ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കോണിക് സെക്ഷൻ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. സർക്കിൾസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് പരാബോള ആയിരുന്നു. അതിനകത്ത് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. പരാബോള പറഞ്ഞു. 4 ടൈപ്പ് പരാബോളയുണ്ട്. റൈറ്റ് ഹാൻഡഡ് പരാബോള, ലെഫ്റ്റ് ഹാൻഡഡ് പരാബോള, അപ്വേർഡ് പരാബോള ആൻഡ് ഡൗൺവേർഡ് പരാബോള. 4 ടൈപ്പ് പരാബോളയും നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് അതിനകത്തൊരു പ്രോബ്ലം ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. ഓക്കെ, ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള. ഫൈൻഡ് the equation of the parabola. Find the equation of the parabola. Find the equation of the parabola with focus to 0. With focus to 0. With focus to 0 and directrix x is equal to -2. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പാരാബോളയുടെ ഇക്വേഷനാണ്. തന്നിട്ടുണ്ട്, എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോക്കസ് 2 ആണെന്നും ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷൻ x is equal to -2 ആണെന്നും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ ഓഫ് ദ പരാബോളയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം 4 ടൈപ്പ് പരാബോള ഉണ്ടെന്ന് പറഞ്ഞു. നോക്കിക്കേ, നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇവിടെ ഫോക്കസ് തന്നിട്ടുള്ളത് 2 ഫോക്കസ് 2 തന്നിട്ടുണ്ട്. ഓക്കെ, അതായത് എക്സ് ആക്സിലെ പോയിന്റ് പോസിറ്റീവ് അല്ലേ കിടക്കുന്നത്, +2 അല്ലേ. അപ്പം എക്സ് ആക്സിസ് പോസിറ്റീവ് ആവണമെങ്കിൽ ഇവിടെ അല്ലേ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 2 ഫോക്കസ് നമ്മൾ അടയാളപ്പെടുത്തി. ഓക്കെ, അതിനുശേഷം ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ പരാബോള പറഞ്ഞിരുന്നു ഫോക്കസ് എപ്പോഴും പരാബോളയ്ക്കുള്ളിൽ വരണം. ഓക്കെ, പരാബോളയ്ക്കുള്ളിലാണ് ഫോക്കസ് വരേണ്ടത്. നോക്കിക്കേ, ഒരു അപ്വേർഡ് പരാബോളയാണെന്ന് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഫോക്കസ് ഉള്ളിൽ വരുന്നുണ്ടോ? ഇല്ല. നമുക്ക് ലെഫ്റ്റ് ഹാൻഡഡ് വരയ്ക്കുകയാണെങ്കിൽ ഉള്ളിലാണോ ഫോക്കസ് വരുന്നത്? അല്ല. ഡൗൺവേർഡ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ അല്ലേ ഫോക്കസ് വരേണ്ടത്? നോക്കിക്കേ, ഈ പരാബോള നോക്കിക്കേ, ഇതിൻ്റെ ഫോക്കസ് ഉള്ളിലല്ലേ വന്നേ. അപ്പം നമ്മുടെ പരാബോള റൈറ്റ് ഹാൻഡഡ് പരാബോള. ഓക്കെ, റൈറ്റ് ഹാൻഡഡ് പരാബോള. ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സും തന്നിട്ടുണ്ട്. x is equal to -2. റൈറ്റ് ഹാൻഡഡ് പരാബോളയാണെന്ന് കിട്ടി. നമുക്കറിയാം റൈറ്റ് ഹാൻഡഡ് പരാബോളയുടെ ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ ഓഫ് ദ പരാബോള റൈറ്റ് ഹാൻഡഡ് പരാബോളയുടെ ഇക്വേഷൻ എന്താണെന്നാണ് പറഞ്ഞത്? y² is equal to 4ax. y² is equal to 4ax. ഇവിടെ y² is equal to 4 ഇൻറ്റു ഇവിടെ ഫോക്കസ് a0. y² is equal to 4ax എന്ന പരാബോളയുടെ ഫോക്കസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞിരുന്നു? y² is equal to 4ax എന്ന് പറയുന്ന പരാബോളയുടെ ഫോക്കസ് എന്ന് പറയുന്നത് a0 ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ ഫോക്കസ് 2 അപ്പം 4 ഇൻറ്റു എക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 2 എഴുതാം. 4 ഇൻറ്റു 2 ഇൻറ്റു എക്സ് എന്ന് എഴുതിക്കൂടെ? അപ്പം നമ്മുടെ പരാബോള y² is equal to 8x എന്ന് കിട്ടി. ഇക്വേഷൻ ഓഫ് ദ പരാബോള y² is equal to 8x. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ പരാബോള വിത്ത് ഫോക്കസ് 60 ആൻഡ് ഡയറക്ട്രിക്സ് x is equal to -6. ഇവിടെയും നമുക്ക് പരാബോളയുടെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത് വിത്ത് കണ്ടീഷൻ. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോക്കസ് എന്ന് പറയുന്നത് 60 ആണെന്നും ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x is equal to -6 ആണെന്നും തന്നിട്ടുണ്ട്. പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു പരാബോളയുടെ ഫോക്കസ് എപ്പോഴും അതിനുള്ളിലായിരിക്കും എന്ന് പറഞ്ഞു. ഇനി ഈ 60 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരുമെന്ന് നോക്കാം. അതായത് എക്സ് ആക്സിൽ പ്ലസ് ആണ് ഇവിടെയും കിടക്കുന്നത്, y ആക്സിൽ 0യും. എക്സ് ആക്സിൽ +6 ആണ് കിടക്കുന്നത്. ഓക്കെ, എക്സ് ആക്സിൽ പ്ലസ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെയല്ലേ വരത്തുള്ളൂ. എക്സ് ആക്സിൽ പ്ലസ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരത്തുള്ളൂ. അപ്പം നമ്മുടെ പരാബോള എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അതിൻ്റെ പോയിന്റ് നമുക്ക് ഫോക്കസ് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. ഓക്കെ, 60. അപ്പം ഫോക്കസ് എപ്പോഴും പരാബോളയ്ക്കുള്ളിലായിരിക്കും. 60 എന്ന് പറയുന്നത് ഫോക്കസ് പരാബോളയുടെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമ്മുടെ പരാബോള ഏതാണെന്ന് കിട്ടി? റൈറ്റ് ഹാൻഡഡ് പരാബോള. ഇക്വേഷൻ y² is equal to 4ax. അതേപോലെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷനും തന്നിട്ടുണ്ട്. x is equal to -6 എന്ന് തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദ ഡയറക്ട്രിക്സ്. നമുക്ക് പരാബോളയുടെ ഇക്വേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഓഫ് ദ പരാബോള
ഓഫ് ദ പരാബോള റൈറ്റ് ഹാൻഡഡ് പരാബോളയുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു y² ഈസ് ഈക്വൽ ടു 4ax. ഓക്കെ, y² ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു എവിടെ എത്രയാണ് എ എന്ന് പറയുന്നത് 6 ഇൻറ്റു എക്സ്. ഓക്കെ, നമ്മുടെ ആൻസർ y² ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 4 24x. y² ഈസ് ഈക്വൽ ടു 24x. നമ്മുടെ പരാബോളയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് y² ഈസ് ഈക്വൽ ടു 24x. നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻസ് represents a parabola which is symmetrical about positive y-axis. അതായത് ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ ഏത് പരാബോളയാണ് സിമ്മട്രിക്കൽ എബൌട്ട് പോസിറ്റീവ് വൈ ആക്സിസ്? പോസിറ്റീവ് വൈ ആക്സിസിൽ സിമ്മട്രിക് ആയിട്ടുള്ളത് ഏത് പരാബോളയാണ്? ഓക്കെ, നമുക്ക് നോക്കാം. പോസിറ്റീവ് വൈ ആക്സിസിൽ സിമ്മട്രിക് എന്ന് പറയുമ്പോൾ ഇതല്ലേ പോസിറ്റീവ് വൈ ആക്സിസ് വരുന്നത്? പോസിറ്റീവ് വൈ ആക്സിസ് വരുന്നത് ഇതല്ലേ? അപ്പം ഇങ്ങനെയുള്ള അപ്വേഡ് പരാബോള. ഓക്കെ, കണ്ടീഷൻ എന്താണ് തന്നിരിക്കുന്നത്? സിമ്മട്രിക്കൽ എബൌട്ട് പോസിറ്റീവ് വൈ ആക്സിസ്. പോസിറ്റീവ് വൈ ആക്സിൽ സിമ്മട്രിക് ആയിട്ടുള്ള പരാബോള ഇതാണ്. ഓക്കെ, അപ്വേഡ് പരാബോള. നമുക്ക് നോക്കാം, ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തത് y² ഈസ് ഈക്വൽ ടു 8x. നോക്കിക്കേ, y² ഈസ് ഈക്വൽ ടു 8x. പവർ 1 ആയിട്ടുള്ളത് ആരാണ്? നമ്മുടെ എക്സ്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു എക്സ് ഇങ്ങനെ ചിറക് വരച്ചൊക്കെ കാണിച്ചെന്ന്. പോസിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെയുള്ള റൈറ്റ് ഹാൻഡഡ് പരാബോളയാണ്. ഓക്കെ, ഒന്നാമത്തെ അപ്പോൾ റൈറ്റ് ഹാൻഡഡ് പരാബോളയാണ്. അത് സിമ്മട്രിക്കൽ അബൌട്ട് പോസിറ്റീവ് വൈ ആക്സിസ് അല്ലല്ലോ. അടുത്ത നെക്സ്റ്റ് നോക്കിക്കേ, y² ഈസ് ഈക്വൽ ടു -8x. പവർ 1 ആയിട്ടുള്ളത് എക്സിൻ്റെ അല്ലേ? അപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിറക് ഇങ്ങോട്ടുള്ളത്. നെഗറ്റീവ് ആയതുകൊണ്ട് ചിറക് ഈ സൈഡിലോട്ടായിരിക്കും, ലെഫ്റ്റിലോട്ട് നോക്കിയിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഏത് പരാബോളയാണ്? ലെഫ്റ്റ് ഹാൻഡഡ് പരാബോളയാണ്. അത് സിമ്മട്രിക്കൽ അബൌട്ട് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ അതുമല്ല നമ്മുടെ ആൻസർ. നെക്സ്റ്റ് നോക്കിക്കേ, x² + 4y ഈസ് ഈക്വൽ ടു 0. അത് നമുക്ക് ഒന്ന് ഇക്വേഷൻ എഴുതി നോക്കാം. x² ഈസ് ഈക്വൽ ടു ഈ +4y ഈക്വലിന് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -4y എന്ന് കിട്ടി. ഓക്കെ, -4y എന്ന് കിട്ടി. ഇത് ഏത് പരാബോളയാണ്? ഇത് സിമ്മട്രിക്കൽ അബൌട്ട് ഏത് ആക്സിസ് ആണ്? ഇവിടെ നെഗറ്റീവ് വൈ ആണ്. പവർ 1 ആയിട്ടുള്ളതിൻ്റെ ഇത് നോക്കിക്കേ, ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ വൈ എഴുതിയിട്ട് കാണിച്ചെന്നില്ലേ? അത് നെഗറ്റീവ് ആയതുകൊണ്ട് സിമ്മട്രിക്കൽ അബൌട്ട് നെഗറ്റീവ് വൈ ആക്സിസ് ആയിരിക്കും. അപ്പം നമ്മുടെ ആൻസർ അതും അല്ല, ഇതും അല്ല. ഓക്കെ, അടുത്ത് നോക്കാം. നാലാമത്തെ ഓപ്ഷൻ നോക്കാം. x² - 4y ഈസ് ഈക്വൽ ടു 0. ഓക്കെ, x² ഈസ് ഈക്വൽ ടു 4y എന്ന് എഴുതി. ഇവിടെ നോക്കിക്കേ, x² ഈസ് ഈക്വൽ ടു 4y ആണ്. ഇവിടെ പവർ 1 ആയിട്ടുള്ളത് വൈയുടെ അല്ലേ? അപ്പം നമ്മൾ നോക്കിക്കേ, ഇത് സിമ്മട്രിക്കൽ അബൌട്ട് വൈ ആക്സിസ് ആണോ? സിമ്മട്രിക്കൽ അബൌട്ട് പോസിറ്റീവ് വൈ ആക്സിസ് ആണോ? ആണല്ലോ, അപ്വേഡ് പരാബോള. അപ്പം നമ്മുടെ ആൻസർ x² - 4y ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ക്ലിയർ ആയോ?